ഇക്കഴിഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. 10 ടീമുകൾ കളിക്കുന്ന ലീഗിൽ 9ാം സ്ഥാനത്താണ് റോയൽസ് ഫിനിഷ് ചെയ്തത്. ഈ സീസണിൽ നിറം മങ്ങിയ പ്രകടനത്തിന് ശേഷം രാജസ്ഥാൻ റോയൽസിൽ പിരിച്ചുവിടൽ തകൃതിയായി നടക്കുകയാണ്. രാഹുൽ ദ്രാവിഡ് പുറത്തായതിനു പിന്നാലെ സ്പിൻ ബൗളിംഗ് കോച്ച് സായ്രാജ് ബഹുതുലെ, ഫീൽഡിംഗ് കോച്ച് ദിശാന്ത് യാഗ്നിക് എന്നിവരെയും രാജസ്ഥാൻ പുറത്താക്കിയതായാണ് റിപ്പോർട്ട്. ടീം സിഇഒ ജെയ്ക്ക് ലഷ് മക്രം നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. 2025 IPL കോച്ച് രാഹുൽ ദ്രാവിഡിന്റെയും ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെയും നേതൃത്വത്തിൽ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിൽ അടുത്ത സീസണിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് ഇതോടെ ഉറപ്പായി. IPL കഴിഞ്ഞയുടൻ ഫ്രാഞ്ചൈസി വിടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. റോയൽസിലെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് സഞ്ജു കൂടുമാറ്റത്തിന് തയ്യാറായതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. 3 കോച്ചുമാരും സിഇഒയും റോയൽസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ സഞ്ജു രാജസ്ഥാനിൽ തുടരുമോ അതോ ടീം വിടുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി. എന്നാൽ ഇക്കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ട്രേഡിലൂടെയോ ലേലത്തിലൂടെയോ മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന് സഞ്ജു ആവശ്യപ്പെട്ടതായാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സഞ്ജുവിനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളതായി ചെന്നൈ സൂപ്പർ കിങ്സ് ഒഫീഷ്യൽ വെളിപ്പെടുത്തിയിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ടീമുകളുമായും സഞ്ജുവിനെ ബന്ധപ്പെടുത്തി റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ സഞ്ജുവോ രാജസ്ഥാൻ റോയൽസോ പ്രതികരിച്ചിട്ടില്ല. കോച്ചുമാർക്ക് പുറമെ മറ്റ് പ്രധാന സപ്പോർട്ട് സ്റ്റാഫുകളെയും രാജസ്ഥാൻ റോയൽസ് പിരിച്ചുവിടുമെന്നാണ് പുറത്തുവരുന്ന വിവരം. മാനേജ്മെന്റിനുള്ളിൽ ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. റോയൽസിന്റെ വാർഷിക അവലോകന യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് ദ്രാവിഡ് സ്ഥാനം രാജിവെച്ചത്. ദ്രാവിഡിന് മറ്റൊരു പ്രധാന ചുമതല നൽകിയപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നായിരുന്നു റോയൽസിന്റെ ഔദ്യോഗിക വിശദീകരണം. കോച്ചായി ദ്രാവിഡിനെ നിലനിർത്താൻ താല്പര്യം ഇല്ലാത്തതിനാലാണ് പ്രധാന ചുമതല ഓഫർ ചെയ്തത്. സായ്രാജ് ബഹുതുലയുമായും ദിശാന്ത് യാഗ്നിക്കുമായുമുള്ള കരാർ റോയൽസ് അവസാനിപ്പിച്ചതായി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ സേവനത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ബഹുതുലെ ഫ്രാഞ്ചൈസിയിൽ ചേർന്നത്. യാഗ്നിക്കിന് ഫ്രാഞ്ചൈസിയുമായി ദീർഘകാല ബന്ധമുണ്ട്. ഫീൽഡിംഗ് കോച്ച് ആവുന്നതിന് മുമ്പ് കളിക്കാരനെന്ന നിലയിൽ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. വേർപിരിയൽ സൂചിപ്പിച്ച് സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചു. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് വരുൺ ഘോഷിനെയും പുറത്താക്കിയതായി സൂചനയുണ്ട്. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് മാനേജ്മെന്റ് വലിയ അഴിച്ചുപണിക്ക് മുതിരുന്നത്. എന്നാൽ ഒരു തിരിച്ചടി ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാക്കുമോ എന്നാണ് ആരാധകർ സംശയിക്കുന്നത്. മുൻ റോയൽസ് പരിശീലകനും ക്രിക്കറ്റ് ഡയറക്ടറും ശ്രീലങ്കൻ താരവുമായിരുന്ന കുമാർ സംഗക്കാരയും ഫ്രാഞ്ചൈസി ഉടമ മനോജ് ബദാലും ചേർന്നാണ് വൻ അഴിച്ചുപണി നടത്തുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. സംഗക്കാര പുതിയ ഹെഡ് കോച്ചായി തിരിച്ചെത്തിയേക്കുമെന്നാണ് സൂചന. ഫ്രാഞ്ചൈസി ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിരുന്ന ട്രെവർ പെന്നി സംഘക്കാരുടെ താല്പര്യപ്രകാരം തിരിച്ചെത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ മുൻ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോഡിനെ ഫ്രാഞ്ചൈസി നിലനിർത്തിയേക്കും. ബൗളിംഗ് പരിശീലകൻ ഷെയ്ൻ ബോണ്ടും സംഘക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ചേക്കും. കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങൾ കളിച്ചതിൽ 10ലും തോറ്റ രാജസ്ഥാൻ അടുത്ത സീസണിന് മുമ്പ് വമ്പൻ അഴിച്ചുപണിയാണ് നടത്തുന്നത്. സഞ്ജു ടീമിൽ തുടരുമോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. എന്നാൽ സഞ്ജുവിന് ടീമിൽ തുടരാൻ താല്പര്യമില്ലെന്ന റിപ്പോർട്ടുകളോട് രാജസ്ഥാൻ റോയൽസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുതിയ മാനേജ്മെന്റ് ചുമതലയേറ്റാൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ തുടരാൻ തീരുമാനിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.